കേരളത്തിലെ കായംകുളത്തിനടുത്ത് ചവറയിലെ പൊന്മനയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മീന്നാംതോട്ടിൽ ദേവി ക്ഷേത്രം. ദേശീയപാതയിൽ ശങ്കരമംഗലം സ്റ്റോപ്പിലിറങ്ങി പടിഞ്ഞാറ് ഭാഗത്തുകൂടി കടന്നുപോകുന്ന കോവിൽത്തോട്ടം റോഡ് വഴി 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മീന്നാംതോട്ടിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. പ്രസിദ്ധമായ കാട്ടിൽമേക്കതിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഭൂപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതൊരു ഭക്തനും വേറിട്ടൊരു അനുഭവം നൽകും. ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൽ കടവ് എന്ന TS കനാലും അറബിക്കടലിലും എത്തിച്ചേരാം. ചേര രാജാക്കന്മാരുടെയും തിരുവിതാംകൂർ രാജാക്കന്മാരുടെയും പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് ഈ ക്ഷേത്ര പരിസരം. രാജഭരണകാലത്ത് TS കനാലിലൂടെയായിരുന്നു പ്രധാന യാത്രാമാർഗം. ആദിപരാശക്തിയുടെ അവതാരമായ മിന്നാംതൊട്ടിൽ ക്ഷേത്രത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭദ്രകാളി രൂപത്തിലാണ് ഭക്തർക്ക് ദേവി ദർശനം അരുളുന്നത്. മലയാള മാസമായ മീനത്തിലാണ് ഇവിടെ മീനഭരണി മഹോത്സവം നടക്കുന്നത്. കൂടാതെ അശ്വതി പൊങ്കാലയും നടത്തുന്നു. ഉത്സവത്തിന്റെ അവസാന നാളുകളിൽ വൈകുന്നേരം കെട്ടുകാഴ്ചകളും നിരവധി ഗജവീരന്മാരും കലാരൂപങ്ങൾ, പഞ്ചാരിമേളം, വാദ്യമേളത്തിന്റെയും അകമ്പടിയോടുകൂടി ശങ്കരമംഗലത്ത് നിന്നും ഘോഷയാത്ര ആരംഭിച്ച് ക്ഷേത്രസന്നിധിയിൽ എഴുന്നള്ളത്ത് അവസാനിക്കുന്നു. എല്ലാ മലയാള മാസത്തിലെയും അവസാനത്തെ ഞായറാഴ്ച നാരങ്ങ വിളക്കും, രേവതി നാളിൽ മഹാലക്ഷ്മി പൂജയും, കന്നിമാസത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും, വാർഷിക ആയില്യ പൂജയും, തുലാമാസത്തിൽ നവരാത്രി ചിറപ്പും, വൃശ്ചിക മാസത്തിൽ വൃശ്ചിക ചിറപ്പും, മകരമാസത്തിൽ പറയിടൽ, തോറ്റൻപാട്ട്, എതിരേൽപ്പ് മഹോത്സവം, ഗുരുസി, കർക്കിടക മാസത്തിലെ രാമായണ പാരായണവുമാണ് ക്ഷേത്രത്തിലെ മറ്റ് പ്രധാന വിശേഷങ്ങൾ. കാട്ടിൽമേക്കതിൽ ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തർക്ക് ഇവിടെയും ദർശനം നടത്തി മടങ്ങാം. ഗണപതി, ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ എന്നിവരെ ഉപദേവതകളായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രം രാവിലെ 5:30 മുതൽ 11 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയും തുറന്നിരിക്കും. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.